ഹായ് ഹലോ. ഈ പുതിയ തലമുറ റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ പ്രത്യേകിച്ച് പുതിയ ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വന്ന ബുള്ളറ്റ് 350 അതേപോലെ റോയൽ എൻഫീൽഡിൻ്റെ മറ്റു വേരിയൻറ്റുകളിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെൻസറുകളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പഴയ കാലത്തെ കാർബറേറ്റർ സംവിധാനത്തിന് പകരമാണ് ഇപ്പോൾ ഈ പുതിയ മോഡൽ വെഹിക്കിൾസിലെല്ലാം ഫ്യൂവൽ ഇഞ്ചക്ഷൻ വന്നിരിക്കുന്നത്. അത് വന്നിട്ടൊക്കെ കാലം കുറേയായി. എന്തായാലും ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ECU എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അപ്പം വളരെ ചെറിയൊരു യൂണിറ്റായിട്ട് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ ECUവിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ECUവിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്ന പ്രധാന സെൻസറുകളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന സെൻസറുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഓക്സിജൻ 02 എന്ന് പറയുന്ന ഒരു സെൻസറാണ്. ഈ എക്സോസ്റ്റ് പൈപ്പിൽ നമ്മൾ കാണാത്ത ചില ഭാഗങ്ങളിലൊക്കെ വിവിധ സെൻസറുകൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. എക്സോസ്റ്റ് പൈപ്പ് പുറപ്പെടുന്ന ഭാഗത്ത് തന്നെ ഒരു സെൻസർ വരുന്നുണ്ട്. ഒരു പ്ലഗിൻ്റെ രൂപത്തിൽ അത് നിങ്ങൾക്ക് അതിലേക്ക് ഒരു വയർ പോകുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. അതേപോലെ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈലൻസറിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഉരുണ്ട പിൻഭാഗത്തേക്ക് കണക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും അടുത്തായി ഉൾവശത്തായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും സെൻസർ. ഇതിപ്പോൾ ബ്രേക്കിൻ്റെ സെൻസറാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വയർ പോകുന്നതും കാണാൻ പറ്റും. ഇത് സിലിണ്ടറിലുള്ള മറ്റൊരു സെൻസറാണ്. അപ്പം സൈലൻസറിലും ഇതേപോലെ സെൻസറുകൾ ഒളിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പരിക്കേൽക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ കേടുപാടുകൾ വരാതിരിക്കാനൊക്കെ കൃത്യമായി സീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരം സെൻസറുകൾ വാഹനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻജിൻ്റെ ഇതേപോലെ പല ഭാഗങ്ങളിലായിട്ട് ഈ സെൻസറുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിലും ഇതേപോലെ നമ്മൾ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഗിയർ ഇട്ടാൽ സുരക്ഷയ്ക്കായിട്ട് എൻജിൻ ഓഫാകുന്ന ഒരു സംവിധാനവും ഉണ്ട്. അപ്പം ഈ പറയുന്ന സ്പാർക്ക് നൽകുന്നതിന് കൃത്യമായ സമയത്ത് ഇതിൻ്റെ കൃത്യമായി സ്പാർക്ക് ഉണ്ടാവാനും അതേപോലെ കൃത്യമായി ഫ്യൂവൽ അത് ആ ഒരു ഫയറിങ് നടക്കാനുമൊക്കെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന സെൻസറുകളാണ് നമ്മളെ ഈ പറയുന്ന എൻജിനെ സഹായിക്കുന്നത്. ഈ പഴയ ബുള്ളറ്റുകളിൽ കാർബറേറ്റർ വഴി ഏകദേശ കണക്കിലാണ് പെട്രോൾ എത്തിയിരുന്നതെങ്കിൽ പുതിയതിൽ സെൻസറുകൾ അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായ അളവിൽ മാത്രം പെട്രോൾ എൻജിനിലേക്ക് നൽകുന്നു എന്നുള്ളതാണ്. പഴയ വാഹനങ്ങൾ തണുപ്പുള്ള സമയത്ത് അറിയാമല്ലോ, നമ്മൾ ചോക്ക് ഇടേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ എൻജിൻ ടെമ്പറേച്ചർ സെൻസർ ഉള്ളതിനാൽ ഏത് കാലാവസ്ഥയിലും ഒരു ടച്ചിൽ സ്റ്റാർട്ടാകും എന്നുള്ളതാണ് അല്ലേ. അപ്പം അന്തരീക്ഷ മലിനീകരണമൊക്കെ വൻതോതിൽ കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഇനിയിപ്പോൾ കുറച്ച് പോരായ്മകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പഴയതുപോലെ വഴിയിൽ വെച്ച് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പെട്ടെന്ന് വർക്ക്ഷോപ്പുകളിൽ നന്നാക്കാൻ പ്രയാസമാണ്. സെൻസറുകളും ഇന്ധന പമ്പ് പ്രവർത്തിപ്പിക്കാൻ ബാറ്ററി ചാർജ് നിർബന്ധവുമാണ്. അങ്ങനെ കുറച്ച് പോരായ്മകളുണ്ട്.